ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചനം വ്യാഖ്യാനിച്ച് യേശുവിൻ്റെ അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് പറഞ്ഞു വിട്ടിരിക്കുന്നത് വിജയപുരം രൂപത കത്തീഡ്രൽ എപ്പിസ്കോപ്പൽ വികാരി മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പൂവത്തുങ്കൽ അച്ഛനാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛനിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാലഘട്ടങ്ങളിൽ അതിശക്തമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാത്മീയ ജീവിതമാണ്. കേരളത്തിനകത്തും പുറത്തും അനേക വിദേശ രാജ്യങ്ങളിൽ യേശുവിൻ്റെ വചനം പ്രഘോഷിക്കുകയും ധ്യാന ശുശ്രൂഷകൾക്ക് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കോട്ടയത്തുള്ള സെൻറ്റ് ആൻഡ്രീസ് പിൽഗ്രീം സെൻറ്ററിൻ്റെ ഡയറക്ടർ കൂടിയാണ് അച്ഛന്. നമുക്ക് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ ഈ വചനവേദിയിലേക്ക് നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. എഴുന്നേറ്റ് നിൽക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 30-ാമത്തെ തിരുവചനം. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിയ, പരിശുദ്ധാത്മാവ് പെരുമഴ പോലെ പെയ്തുറങ്ങുന്ന ഒരു പുണ്യ രാത്രി. ഇതാ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വർഗത്തിൽ നിന്ന് പെയ്തുറങ്ങുക. പത്രോസ് ആത്മാവിനാൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ ഈ നിമിഷങ്ങളിൽ നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി ഓ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ കരങ്ങൾ ഈ മക്കളുടെ മേൽ ഈ സമയത്ത് അങ്ങ് നീട്ടണമേ. അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഓ കർത്താവായ ദൈവമേ, അന്ന് പത്രോസ് പ്രസംഗിച്ചപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവിടെ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായതുപോലെ ഈ രാത്രിയിൽ ഈ വചനങ്ങൾക്ക് കാതുവെക്കുന്ന ഈ സമയത്ത് എല്ലാം മറന്ന് ദൈവത്തെ വിളിക്കുന്ന ഈ മക്കളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുത അഭിഷേകമായി അഗ്നിജ്വാലകളായി ഈ സമയത്ത് എഴുന്നള്ളി വരട്ടെ. ശ്രദ്ധിക്കാൻ പറ്റുമോ? അല്പം സമയത്ത് ശ്രദ്ധിച്ച് ദൈവത്തിന്റെ കൃപയൊഴുകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിലേക്ക് ഈ സമയത്ത് അഗ്നിനാവുകളായിട്ട് പെയ്തിറങ്ങട്ടെ. ദൈവശക്തി പ്രസരിക്കട്ടെ. ദൈവ കരുണ പെയ്തിറങ്ങട്ടെ. ദൈവിക കൃപ ഈ നിമിഷം ഈ മക്കളിലേക്ക്. ഓ പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് ഈ നിമിഷം സ്തോത്രം ചെയ്യുന്ന ഈ മക്കളുടെ ജീവിതങ്ങളിലേക്ക് ഈ സമയത്ത് ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇടിമിന്നൽ പോലെ ഈ നിമിഷം പെയ്തിറങ്ങട്ടെ. പുതിയ പന്തക്കുസ്ത ആഗതമാകട്ടെ വേഗം. 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 പുതിയ പന്തക്കുസ്ത. കർത്താവേ, കരം നീട്ടണമേ. അങ്ങേ പരിശുദ്ധദാസന യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ കാണാൻ, അടയാളങ്ങൾ കാണാൻ, രോഗശാന്തികൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. അത്ഭുതാഭിഷേകം ആഗതമാകട്ടെ. പുതിയ പന്തക്കുസ്ത ആഗതമാകട്ടെ. സ്വർഗ്ഗത്തിന് നീട്ടപ്പെട്ട കരം, സ്വർഗ്ഗത്തിന് ശക്തമായ വേഗം. പുതിയ പന്തക്കുസ്ത ആഗതമാകട്ടെ. പരിശുദ്ധാത്മാവേ, പുതിയ പന്തക്കുസ്ത. പരിശുദ്ധാത്മാവേ, 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 കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെക്കാം. പെന്തക്കോസ്തായുടെ വചനം എനിക്ക് തരണം.
പരിശുദ്ധാത്മാവ് എന്നിൽ പകർന്നിറങ്ങുന്ന വചനം എനിക്കങ്ങ് തരണം. എൻ്റെ ഉള്ളിനെ പൊള്ളിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നാവിന്റെ വചനം എനിക്ക് തരണം. എന്നെ രൂപപ്പെടുത്തുന്ന, എന്നെ പുതുതാക്കുന്ന, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കുന്ന, എന്നെ നവീകരിക്കുന്ന തീനാവുള്ള പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിന്റെ വചനം എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളിലേക്ക് ഈ സമയത്ത് വ്യാപരിക്കണമേ. ഈ സമയത്ത് ദൈവത്തിന്റെ ശക്തി അത്ഭുതകരമായി ഈ മക്കളിലേക്ക്, വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന, മഴയ്ക്ക് വേണ്ടി കേഴുന്ന വേഴാമ്പലിനെ പോലെ ദാഹിക്കുന്ന മക്കളിലേക്ക് ഈ നിമിഷം ഓ ദൈവമേ അങ്ങ് പെയ്തിറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. സ്വർഗത്തിന്റെ പടിവാതിൽക്കല നാം ഇപ്പോഴിരിക്കുന്നത്. സ്വർഗത്തെ കാണാനാ നമ്മൾ കണ്ണും നട്ടിരിക്കുന്നത്. പിതാവിനെ കേൾക്കാനാ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ദൈവം ഇറങ്ങുന്നത് കാണാൻ, ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ, ദൈവം തൊടുന്നത് അനുഭവിക്കാൻ ഇതാ നമ്മൾ ഇവിടെ ഇരിക്കുന്നു. ഞാനും ഈ ശാലവും പല സ്ഥലങ്ങളിലിരുന്ന് കണ്ടിട്ടുണ്ട്. രോഗക്കിടയ്ക്ക് അരികിലിരുന്ന് ഞാൻ ഈ ശാലവും കണ്ടിട്ടുണ്ട്. ആശുപത്രിയിലിരുന്ന് ഞാൻ ഈ ശാലവും കണ്ടിട്ടുണ്ട്. വേദനിക്കുന്ന മനുഷ്യർ കണ്ണീരോടെ ഈ നൈറ്റ് വിജിൽ കാണുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റേഷനിൽ ഈ സമയങ്ങളിൽ വചനം കേൾക്കുന്നത് ഞാനും അവരുടെ കൂടെ ഇരുന്ന് വചനം കേട്ടിട്ടുണ്ട്. വൈദിക മന്ദിരങ്ങളിൽ, കോൺവെൻറ്റുകളിൽ, സെമിനാരികളിൽ ഒക്കെ ഈ വചനം കേൾക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ ലോകം മുഴുവൻ ഒരു ദേവാലയമായി മാറുക. ഈ ലോകം മുഴുവൻ ഒരു ദേവാലയമായി മാറുക. എല്ലാവരും ഒന്നും അണിഞ്ഞൊരുങ്ങിയിട്ടില്ല, മുറിവുകളുമായിട്ട് കിടക്കുന്നവരുണ്ട്. ഈ വചനം കേട്ടിട്ട് ഈ ലോകത്തോട് യാത്ര പറയാനിരിക്കുന്ന അനേകരുണ്ട്. അനേകം ഹോസ്പിറ്റലുകളിൽ ടി വിയിലേക്ക് നോക്കിയിരിക്കുന്ന പാവം പിടിച്ച ജീവിത ദമ്പതികളുണ്ട്. പ്രിയപ്പെട്ടവരുടെ ആത്മാവിന് വേണ്ടി നീട്ടി പ്രാർത്ഥിക്കുന്നവർ. കണ്ണീരിൻ്റെ സായാഹ്നം, ദൈവ കരുണ ഒഴുകേണ്ട സായാഹ്നം. ഈ സായാഹ്നം ദൈവം തന്നെ ഇറങ്ങി വരേണ്ട സായാഹ്നമാണ്. ദൈവം ഇറങ്ങി വരും. ആരൊക്കെ കാത്തിരുന്നോ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി ആരാധനയ്ക്ക് ധ്യാന വിഷയമായിട്ട് തരുന്നത് വെളിപാടിൻ്റെ പുസ്തകമാണ്. ബൈബിളിലെ അവസാനത്തെ പുസ്തകം വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. ഈ രാത്രിക്ക് തമ്പുരാൻ കർത്താവ് നൽകുന്ന വാഗ്ദാനമാണിത്. ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി ഇതാ എന്നിലേക്ക് കടന്നു വരുന്ന, എന്നിലെ പഴയ ആകാശം, പഴയ ഭൂമി എന്നെ വിട്ടുപോകുന്ന, എൻ്റെ ജീവിതത്തിൽ നിന്ന് കടൽ നീങ്ങിപ്പോകുന്ന ഒരു സ്വർഗീയ അഭിഷേകം. ഇനി 1 മണിക്കൂർ സമയം നമ്മൾ ഓരോ മിനിറ്റും ഇടവിട്ട് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഓരോ ഹല്ലേലൂയായ്ക്കും ഓരോ കൃപയും ദൈവം തന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണമുള്ളവർ വലതുകരം ഉയർത്തിയാൽ ശരീരത്തിലേക്ക് ഒരു വലിയ ആരോഗ്യം വ്യാപിക്കും. ഹല്ലേലൂയ. ശരീരം തളർന്നു കൈ ഉയർത്താൻ പറ്റില്ല എന്ന് ബുദ്ധിമുട്ടുള്ളവർ ഇടത് കൈ കൊണ്ട് വലത് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ പറഞ്ഞാൽ ആ സമയത്ത് ഒരു അത്ഭുത സൗഖ്യം ആ മക്കൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിഷയം ഇതാണ്. നിന്റെ ആകാശം കടന്നു പോകുമ്പോൾ നിന്റെ ഭൂമിയും കടന്നു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ആകാശമെന്ന് പറയുന്നത് നിന്റെ ദൈവാനുഭവമാണ്.
നിന്റെ ദൈവാനുഭവത്തിനൊരു മാറ്റം വരുമ്പോൾ നിന്റെ ജീവിത രീതിക്ക് ഒരു മാറ്റം വരും. അടുത്ത വാക്യം ഇതാണ്, കടലും അപ്രത്യക്ഷമായി. ബൈബിളിന്റെ ഭാഷയിൽ ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു, തകർച്ചയുടെ അടയാളമാണ് കടല്. ഹല്ലേലൂയ. ദുരന്തത്തിന്റെ അടയാളമാണ് കടല്. ഹല്ലേലൂയ. നിന്റെ പരാജയത്തിന്റെ ചിഹ്നമാണ് കടല്. ഹല്ലേലൂയ. തിന്മയുടെ അടയാളമാണ് കടല്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ദൈവ പൈതലെ വചനം കേൾക്കുമ്പോൾ നിനക്ക് കൂട്ടിച്ചേർത്ത് തരുന്ന ഒരു വാഗ്ദാനമാണ്, നിന്റെ ജീവിതത്തിന്റെ കടല് അകന്നു പോകുമെന്നുള്ളത്. ഹല്ലേലൂയ. 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 ആഗോള മലയാളി കരിസ്മാറ്റിക് സംഗമത്തിൽ പങ്കെടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു ദൈവ പൈതൽ എൻ്റെ മുമ്പിൽ ഒരു നീട്ടിയ വിസിറ്റേഴ്സ് കാർഡുമായിട്ട് നിൽക്കുക. ഈ സഹോദരൻ ഈ കാർഡ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഈ ആത്മാവിനെ രക്ഷിച്ചു. 4-ാം ദിവസത്തെ കൺവെൻഷനിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു 45 മിനിറ്റ് നേരം പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം പങ്കുവെക്കാനായിട്ട് എനിക്ക് അവസരം തന്നത്. ഞാൻ കോട്ടയത്തു നിന്ന് ഇരിഞ്ഞാലക്കുടി എത്തി വചന ശുശ്രൂഷയും കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഈ മനുഷ്യൻ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞാൽ, ഞാൻ ഗൾഫിൽ നിന്ന് വരികയാണ്, ഞാൻ വലിയ ഒരു കമ്പനിയുടെ GM ആണ്, ജനറൽ മാനേജറാണ്. എൻ്റെ കമ്പനി മുഴുവൻ തകർന്നിരിക്കുന്ന ഒരവസ്ഥയില്ല, സാമ്പത്തികമായിട്ട് വലിയ തകർച്ചയിൽ. എയർപോർട്ടിൽ നിന്ന് ഞാൻ നേരെ വന്നത് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്കാണ്. കഴിഞ്ഞ 3 ദിവസവും ഞാനിന്ന് തീരുമാനിച്ചത് ആത്മഹത്യ ചെയ്യണമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. 4-ാം ദിവസം ഇന്ന് രാവിലെയും എൻ്റെ തീരുമാനം ആത്മഹത്യ ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം ഈ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത മാറ്റുവാനായിട്ട് എന്നെ സഹായിക്കാൻ ആരുമില്ല, ആരെ കൊണ്ടും എന്നെ സഹായിക്കാനാവില്ല. ഈ ദൈവ പൈതൽ എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ ജീവിക്കും എൻ്റെ കർത്താവിന് വേണ്ടി. അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്ത വചനം ഇതായിരുന്നു, നിന്റെ തകർച്ചകൾ നിന്റെ ദൈവത്തെ സ്തുതിക്കാനുള്ള നിനക്കുള്ള വേദിയാണ് നിന്റെ നൊമ്പരങ്ങൾ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്ന് ഓർമ്മിപ്പിച്ചത്, നീ തീയുടെ മുകളിൽ ചവിട്ടി നിന്നല്ല പ്രസംഗിക്കുന്നതെങ്കിൽ നിന്റെ വചനം അഗ്നിയായിട്ട് മാറുകയില്ല. ഹല്ലേലൂയ. തീയുടെ ചവിട്ടിൽ മുകളിൽ നിന്ന് ഒരുവൻ സംസാരിക്കുമ്പോൾ ആ തീ അവന്റെ ശരീരത്തിലേക്ക് കത്തിപ്പടരുമ്പോൾ അവൻ വചനം പറഞ്ഞാൽ അത് അഗ്നിയായിട്ട് മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ നിന്റെ നൊമ്പരങ്ങളിൽ നിന്ന് നീ വചനം പറയുമ്പോൾ നൊമ്പരപ്പെട്ടവരുടെ മനസ്സുകൾക്ക് സൗഖ്യം കൊടുക്കാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവ പൈതൽ ബോധ്യപ്പെട്ടു, തൻ്റെ തകർച്ച ദൈവത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാ, തൻ്റെ തകർച്ച ദൈവം എന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാ, തൻ്റെ നൊമ്പരങ്ങൾ എൻ്റെ ദൈവത്തെ ഞാൻ നൊമ്പരത്തോടെ പ്രസംഗിക്കാൻ വേണ്ടിയാ. ഈ രാത്രിയിൽ ദൈവ പൈതലെ, നീ ഏത് അനുഭവത്തോടെയാണ് ഇരിക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീ ഇരിക്കുന്നിടത്ത് വന്നിട്ട് ഇന്നിപ്പോൾ പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്, നിന്റെ ആകാശം നിന്റെ ഭൂമി ഇതാ മാറ്റപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. 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 ഈ രാത്രി ഒരു ഹല്ലേലൂയ രാത്രിയാവട്ടെ. തോരാത്തൊരു നദി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം ഒഴുകിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. തിരുവചനം പഠിപ്പിക്കുന്നു, ഇതാ ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. 2-ാം വാക്യം, വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലേം, വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ദൈവമക്കളെ, ഈ രാത്രി ദൈവ കാഴ്ചകൾ കാണാനുള്ള രാത്രിയാണ്. ഈ രാത്രി ദൈവ കാഴ്ചകൾ കാണാനുള്ള രാത്രിയാണ്. ഒരുപക്ഷെ ഒരു ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ, തകർച്ചയുടെ അനുഭവത്തിൽ, നരകത്തിൻ്റെ അനുഭവത്തിൽ, ദുരന്തത്തിൻ്റെ അനുഭവത്തിൽ നീ ഇരിക്കുന്നെങ്കിൽ ഈ രാത്രി നിനക്ക് തരുന്ന 2-ാമത്തെ വാഗ്ദാനം ഇതാണ്, വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലേം, ഇതാ സ്വർഗം നിന്റെ വീട്ടിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങുന്ന ഒരു അനുഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുമെന്ന്. ഹല്ലേലൂയ. നിന്റെ ആകാശം മാറുന്നു. നിന്റെ ആകാശം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങുകയാ.
ഇന്നലെ വരെ ദുരന്തത്തിൽ കഴിഞ്ഞിരുന്ന നീയ, ഇന്നലെ വരെ പരാതിപ്പെട്ട് കഴിഞ്ഞിരുന്ന നീയ, ഇന്നലെ വരെ നിലവിളിച്ച് കഴിഞ്ഞിരുന്ന നീയ, ഇന്ന് ദൈവ പൈതലെ ദൈവത്തെ സ്തുതിക്കാൻ പോവുക. നൊമ്പരങ്ങളെ ഓർത്ത്, തകർച്ചകളെ ഓർത്ത്, പരാജയങ്ങളെ ഓർത്ത്, വീഴ്ചകളെ ഓർത്ത്, രോഗങ്ങളെ ഓർത്ത്, കുടുംബത്തിലുണ്ടായ മരണത്തെ ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവ പൈതലാക്കി ഈ സായാഹ്നം നിന്നെ മാറ്റുന്നു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഈ രാത്രിയിൽ നീ കിടന്നുറങ്ങുമ്പോൾ ഒരുപക്ഷെ ഇന്ന് ദിവ്യകാരുണ്യ ആരാധനാ സമയത്ത് നീ കേൾക്കാൻ പോകുന്ന ഒരു വലിയ സ്വരം, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം വാക്ക് തരാൻ പോവാ. സ്വർഗം ഇറങ്ങിയെങ്കിൽ പിതാവ് ഇറങ്ങണം, പുത്രൻ ഇറങ്ങണം, പരിശുദ്ധാത്മാവ് ഇറങ്ങണം, മാലാഖമാർ ഇറങ്ങണം, വിശുദ്ധരിറങ്ങണം. ബൈബിളിലെ 2 കുടുംബങ്ങള്, ഒന്ന് നമുക്കറിയാം, ആദ്യ കുടുംബം ആദത്തിൻ്റെയും ഹവ്വായുടെയും കുടുംബം. ആദത്തിൻ്റെയും ഹവ്വായുടെയും കുടുംബത്തിൻ്റെ ചിത്രം ബൈബിൾ മുഴുവൻ എടുത്ത് വായിക്കൊന്നും വേണ്ട, ഒരു ചിത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദവും ഹവ്വായും ഒരു മരത്തിലേക്ക് നോക്കി നിൽക്കുന്നു, മരത്തിലെ പഴത്തിലേക്ക് നോക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു പാമ്പിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. ആദ്യ കുടുംബത്തെ ഇങ്ങനെയാണ് ചിത്രകാരന്മാർ വരച്ചു വെച്ചിരിക്കുന്നത്. ഒരു പാമ്പിന്റെ അടുക്കൽ, ഒരു മരത്തിന്റെ അടുക്കൽ, ഒരു പഴത്തിന്റെ അടുക്കൽ നിൽക്കുന്ന ആദം എന്ന ഭർത്താവ്, ഹവ്വ എന്ന ഭാര്യ. രണ്ടാമത്തെ കുടുംബം തിരുക്കുടുംബം തന്നെയാ. തിരുക്കുടുംബത്തിന്റെ ചിത്രത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരുക്കുടുംബത്തെ ചിത്രകാരന്മാർ വരച്ചു വെച്ചിരിക്കുന്നത് ഒരു വശത്ത് അപ്പൻ യോസേപ്പ് പിതാവ്, ഒരു വശത്ത് അമ്മ മേരി അമ്മ. ഇതാ നടുക്ക് പുത്രൻ തമ്പുരാൻ, 4 കണ്ണുകള്. അപ്പന്റെ 2 കണ്ണുകള് യോസേപ്പ് പിതാവിൻ്റെയും 2 കണ്ണുകള് മാതാവിൻ്റെയും 2 കണ്ണുകള് പുത്രൻ തമ്പുരാനില്. ദൈവത്തിൽ കണ്ണുവെക്കുന്നവരുടെ കുടുംബമാണ്, ദൈവത്തെ ശ്രദ്ധിക്കുന്നവരുടെ കുടുംബമാണ് തിരുക്കുടുംബം. ഹല്ലേലൂയ. സ്വർഗമിറങ്ങുന്ന കുടുംബം, സ്വർഗത്തിൽ കണ്ണുവെക്കുന്ന കുടുംബമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങളെ, ഈ ഒരു വ്യത്യാസം, ഇതാ ദൈവത്തിൽ ശ്രദ്ധ വെക്കുന്ന ഒരു കുടുംബം, ദൈവം ഇറങ്ങിയത് കണ്ടൊരു കുടുംബം, ദൈവം വസിക്കുന്നത് തിരിച്ചറിയുന്ന ഒരു കുടുംബം, ആ കുടുംബമാണ് തിരുക്കുടുംബമാകുന്നത്. ഈ രാത്രിയിൽ ഒരുപാട് കുടുംബങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവമക്കൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നിന്റെ വാതിൽക്കൽ മുട്ടുന്നു. He knocks at your door. He knocks. The Holy Spirit, പരിശുദ്ധാത്മാവ് നിന്റെ വാതിൽക്കൽ മുട്ടുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയ കവാടത്തിങ്കൽ മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്ന് കൊടുത്താൽ ഞാൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കും, അവനോടൊപ്പം വിരുന്നുണ്ണും. ദൈവമക്കളെ, സ്വർഗമിറങ്ങുന്നൊരു അനുഭവമാണ്. ഒരുപക്ഷെ പൂട്ടിവെച്ചിരിക്കുന്നൊരു ഹൃദയമായിരിക്കാം, നിരാശപ്പെട്ടിരിക്കുന്നൊരു ഹൃദയമായിരിക്കാം, തളർന്നിരിക്കുന്നൊരു ഹൃദയമായിരിക്കാം, തകർന്നിരിക്കുന്നൊരു ഹൃദയമായിരിക്കാം. പ്രത്യാശകളൊക്കെ നഷ്ടപ്പെട്ടു. ഇതിന് മരുന്നില്ലെന്നേ, ഇതാക്ക് സുഖപ്പെടുത്താൻ പറ്റില്ലെന്നേ, ഇങ്ങനൊരു രോഗി സുഖപ്പെട്ടിട്ടില്ല. 30 കോടി രൂപയോ ബാധ്യത തീരുമെന്നോ? ഈ മുഴുവൻ വിറ്റുപറയ്ക്കാലും 30 കോടി കിട്ടില്ലെന്നേ. ആ പോയ കുട്ടിയോ, അവൾ തിരിച്ചു വരുമെന്നോ? എത്ര നാളായി പോയിട്ട്? ഇല്ല, ആ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു. ദൈവമക്കളെ, നഷ്ടങ്ങളുടെയും കുറവുകളുടെയും ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും കണക്കെടുക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സായാഹ്നത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ഇറങ്ങുന്നു എന്നുള്ള കാര്യമാണ്. നിന്റെ ജീവിതത്തിൻ്റെ അസാധ്യതകളിലേക്ക്. ബുധനാഴ്ച ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടൊരു കുടുംബമാണ്. അമ്മയും മകളും കൂടെ വന്നു ഒരു കുഞ്ഞുമായിട്ട്. ഈ കുഞ്ഞ് വാസ്തവം പറഞ്ഞ് ഈ അമ്മയുടെ കുഞ്ഞാണ്. 16 വർഷങ്ങൾക്ക് ശേഷം തമ്പുരാൻ കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു. ഇപ്പം കുട്ടിക്ക് 2 വയസ്സ്, ഇളയ മകൾക്ക് 18 വയസ്സ്. വേണമെങ്കിൽ അവളുടെ കുഞ്ഞാകാവുന്ന പ്രായം. ഈ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ ദൈവം തന്ന കുഞ്ഞ. ഒരാഗ്രഹമുണ്ടായിരുന്നു, ഒരു ആൺകുട്ടിയെ കിട്ടണമെന്ന്, ഒരാൺകുട്ടിയെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കോട്ടയത്തുള്ള പുണ്യാളച്ചൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ ചോദിക്കാതെ തന്നതാ. എൻ്റെ ഉള്ളറിഞ്ഞ് എൻ്റെ ദൈവം എനിക്ക് തന്നതാണ് ഈ കുഞ്ഞ്. ഹല്ലേലൂയ. ദൈവ പൈതലെ, ഈ രാത്രിയിൽ ഈ ആരാധനയ്ക്ക് ഈ പാതിരാവരെ നീ ഇരിക്കുമ്പോൾ നിന്റെ
നിന്റെ ഉള്ള നീ നിന്റെ ദൈവമാകും. നീ ആരോടും പറയാത്തൊരു ഉള്ള, നിന്റെ ഒരു ഹൃദയത്തിൻ്റെ ആഗ്രഹം നീ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ശാലോം ടി വിയിൽ നിന്നുകൊണ്ട് വചനം പങ്കുവെക്കണമെന്ന്. പക്ഷേ എൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ടായിരുന്നു. ഈ ശാലോം ടി വിയുടെ മുമ്പിലിരുന്ന് മക്കൾ കണ്ണീരൊഴുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ, കർത്താവിൻ്റെ പുരോഹിതൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ 1 മാസം മുമ്പ് എന്നെ പിടിച്ചു പറിക്കുക. ഞാൻ പറഞ്ഞു നവംബറിൽ വരാം, ഡിസംബറിൽ വരാം, ജനുവരി വരാം. ഇല്ല, അച്ഛൻ്റെ സമയം ഇതാണ്, അച്ഛൻ്റെ സമയം ഇതാണ്. എൻ്റെ ഉള്ളിലെ കൊച്ചാഗ്രഹത്തെ അറിഞ്ഞ എന്നും അൾത്താരയുടെ അടുക്ക പോയി നിൽക്കുന്നവരുത്തനല്ലേ ഞാൻ? കർത്താവിൻ്റെ കുരിശിൻ്റെ അടുക്കൽ നിൽക്കുന്നവനല്ലേ? പൊന്നു തമ്പുരാനെ കയ്യിലെടുക്കുന്നവനല്ലേ? എൻ്റെ ആഗ്രഹം അവന് സാധിച്ചു തരാതിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മക്കളെ, ആ അമ്മ പറയുക, ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു ആഗ്രഹം. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹത്തെ തിരിച്ചറിഞ്ഞു എൻ്റെ ദൈവം, കുഞ്ഞിനെ തന്നു. അതിലും എൻ്റെ കണ്ണ് നനച്ച സംഭവം അതല്ല. ഇത് കഴിഞ്ഞ് അവർ ഇറങ്ങിപ്പോകാൻ നേരത്ത് ബാഗ് തുറന്ന് ഒരു കുരിശ് രൂപം എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതെൻ്റെ ജീവനാണച്ചാ. പൗരോഹിത്യ ജീവിതത്തിൻ്റെ വർഷങ്ങൾ കുരിശുയർത്തി ഇതാ ഇതാ കുരിശുമരമെന്ന് പാടിയിട്ടുള്ള പുരോഹിതനായി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതെൻ്റെ ജീവനാണെന്ന്. ബാഗ് തുറന്ന് ആ അമ്മ എന്നോട് പറഞ്ഞു, ഇതെൻ്റെ ജീവനാണ്. ദൈവമക്കളെ, നിന്റെ അടുക്കിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം നിന്റെ ഉള്ളറിഞ്ഞ് നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ദൈവമാണ്. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. നിന്റെ വീട്ടിൽ അവിടുന്ന് താമസിക്കാൻ തുടങ്ങുന്നെന്ന് സക്കേവൂസിനോട് പറഞ്ഞില്ലേ, എനിക്കിന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു, എനിക്കിന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവ് പറയുന്നത്, നീ എന്നെ ടി വിയിൽ കണ്ടാ പോരാ, നീ എന്നെ ഈ ആലയത്തിൽ നിന്ന് കേട്ടാ പോരാ, എനിക്കിന്ന് നിന്റെ വീട്ടിലേക്ക് വരണം, എനിക്കിന്ന് നിന്റെ ജീവിതത്തിലേക്ക് വരണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരുങ്ങിയിട്ടുണ്ടോ മക്കളെ? വീട് ഒരുക്കിയിട്ടുണ്ടോ? കർത്താവിന് ബെഡുണ്ടോ? കർത്താവിന് കസേരയുണ്ടോ? കർത്താവിന് മേശയുണ്ടോ? സിസ്റ്റേഴ്സിൻ്റെ ഉത്തരവാദിത്തം കൂടെ എനിക്കുണ്ട്. ഹോം മിഷൻ സിസ്റ്റേഴ്സിൻ്റെ പ്രോഗ്രാമാണ്. കഴിഞ്ഞ അവധിക്കാലത്ത് സിസ്റ്റേഴ്സ് പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഒക്കെ കഴിഞ്ഞ് ഇവരെ വീടുകൾ സന്ദർശിക്കാൻ വേണ്ടി പോയി. വീട് സന്ദർശിക്കാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച, വീടിൻ്റെ കയറി ചെല്ലുന്ന മുറി മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ അമ്മമാരോട് പറഞ്ഞിട്ടുണ്ട്, കഴിവതും ആദ്യത്തെ മുറിയിലിരിക്കാൻ പാടില്ല. അവരുടെ മുറികൾക്കകത്തേക്ക് പ്രവേശിക്കുക, അവരുടെ അടുക്കളകളിലേക്ക് ചെല്ലുക. അവിടെ ഇരുത്തി അപ്പനെ വിളിച്ചൊരാൾ, അമ്മയെ വിളിച്ച് മറ്റൊരാൾ, മൂത്ത കുട്ടിയെ വിളിച്ച് വേറൊരാൾ, കുഞ്ഞിനെ വിളിച്ച് വേറൊരാൾ, വല്യപ്പനെ വിളിച്ചൊരാൾ, വല്യമ്മയെ വിളിച്ചൊരാൾ. ഒരു കൺവെൻഷൻ അവിടെ. ഹോം മിഷൻ സിസ്റ്റേഴ്സ് നടത്തിയ ഹോം മിഷൻ ഒരു ഹോം കൺവെൻഷനാണ്. 5 പേരും 4 പേരും 3 പേരും മാത്രമുള്ള ഏതാണ്ട് 3-4 മണിക്കൂറുള്ള ഹോം മിഷൻ. അവർ ചെന്നപ്പോൾ കണ്ട കാഴ്ച, കയറി ചെല്ലുമ്പോൾ വെള്ളത്തുണിയൊക്കെ വിരിച്ച് കസേര ഇട്ടിട്ടുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ വളരെ അലക്ഷ്യമായിട്ടിരിക്കുക. ദൈവ പൈതലേ, ഈ വചനം പറയുന്ന എന്നോടും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും ഈ രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, മോനെ വീടൊരുങ്ങിയിട്ടുണ്ടോടാ? മോളെ വീടൊരുക്കിയിട്ടുണ്ടോ? ദൈവത്തിന് കടന്നു വരാൻ ഇതാ ഇന്നു മുതൽ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ അവിടുന്ന് അവരോടൊത്തു വസിക്കും. ഇപ്പോൾ മുതൽ ദൈവം ഒരു കാര്യം ആരംഭിക്കാൻ പോവാ. ഈ രാത്രി ഒരു പെസഹ രാത്രിയാണെന്ന്. ഈ രാത്രി ഒരു പെസഹ രാത്രിയാ. കടന്നു പോകലിന്റെ രാത്രി, പാസ് ഓവർ നൈറ്റ്. കടന്നു പോകലിന്റെ രാത്രി പെസഹ രാത്രിയാന്ന്. ഈ രാത്രി ഉടമ്പടിയുടെ രാത്രിയാ. ദൈവം ഞാനുമായി, ദൈവം പ്രിയ പൈതലെ നീയുമായി ഒരു ഉടമ്പടി ചെയ്യാൻ പോവാ. ഹല്ലേലൂയാ. സന്തോഷമുള്ള ഒരു അല്പം കൂടെ സ്വരത്തിൽ ഹല്ലേലൂയ പറഞ്ഞോളൂ. ഹല്ലേലൂയാ. ദൈവമക്കളെ, ഇന്ന് കർത്താവ് ഈ രാത്രിക്കൊരു മാറ്റം വരാൻ പോവാ. അടുത്ത ഉദയസൂര്യൻ കാണാൻ പോകുന്നത് ഒരു പുതിയ അനുഭവത്തിലേക്ക് നീങ്ങാൻ പോവാ. നമ്മൾ കർത്താവ് ചോദിക്കുന്നു, ആർ യു റെഡി? ആർ യു റെഡി? കർത്താവ് ഇന്നിതാ ഒരു പുതിയ ഉടമ്പടിക്കൊരുങ്ങുക.
ഒരു പുതിയ ഉടമ്പടി. ദൈവവേദ എന്നോട് കർത്താവ് ചോദിക്കുന്നു, പുരോഹിതനായ നിന്നോട് ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യട്ടെ. സന്യസ്തരായ മക്കളോട് തമ്പുരാൻ ചോദിക്കുന്നു, ഇന്നൊരു പുതിയ ഉടമ്പടി ഞാൻ ചെയ്യട്ടെ. കുടുംബനാഥന്മാരോട് തമ്പുരാൻ ചോദിക്കുന്നു, ഇന്ന് ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യട്ടെ. പ്രിയ സഹോദരി, പ്രിയ അമ്മച്ചി, നിന്നോട് ദൈവം ഇന്ന് ചോദിക്കുന്നു, ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, വെറുതെ ചാരിയിരിക്കാനുള്ള ഒരു രാത്രിയല്ല, തീരുമാനങ്ങളുടെ രാത്രിയായത്. സംഹാരദൂതൻ കടന്നു പോകുന്ന രാത്രിയാണിത്. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട വീടുകളൊക്കെ ഒഴിവാക്കി ഇതാ ദൈവത്തിന്റെ ദൂതൻ കടന്നു പോകുന്ന ഒരു രാത്രി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ പൗരോഹിത്യം, നിന്റെ സന്യാസം, നിന്റെ കുടുംബ ജീവിതവുമായിട്ട് ഞാനൊരു ഉടമ്പടി ചെയ്യട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി ഇതാണ്, എനിക്ക് നിന്റെ കൂടെ വസിക്കണം. തിരുവചനം പഠിപ്പിക്കുന്നു, ഞാൻ അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. എ പ്രീസ്റ്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പുരോഹിതൻ, ക്രിസ്തുവിന്റെ സ്വന്തം മണവാട്ടിയായ സന്യാസിനി, ക്രിസ്തുവിന്റെ സ്വന്തമായൊരു കുടുംബനാഥൻ, ക്രിസ്തുവിന്റെ സ്വന്തമായൊരു അമ്മ, ക്രിസ്തുവിന്റെ സ്വന്തമായി മാറിയ ഒരു യുവാവ്, ക്രിസ്തുവിന്റെ സ്വന്തമായി മാറിയ ഒരു യുവതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുവചനം വായിക്കുക, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യാൻ പോവാ. അവരുടെ കണ്ണുകളിൽ നിന്ന്, ഒരുപാട് കണ്ണുകളിൽ കണ്ണീരുണ്ട് മക്കളെ. ഒരുപാട് കണ്ണുകളിൽ കത്തുന്ന ഉരുകുന്ന ഹൃദയത്തിന്റെ കണ്ണീരുണ്ട്. പ്രിയപ്പെട്ടവരുടെ രോഗപീഠ കണ്ണീരായി മാറുക, പ്രിയപ്പെട്ടവരുടെ വിയോഗം കണ്ണീരായി മാറുക, അനേകരുടെ തകർച്ചകള് കണ്ണീരായി മാറുകയാ. വിവാഹം കഴിക്കാത്ത മകള് ഒരു കണ്ണീരായി കുടുംബത്തിൽ മാറുകയാ. വിവാഹം കഴിഞ്ഞ് 10-20 വർഷമായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾ അറിയാതെ കരയുന്നു. പഠിച്ചിട്ട് ജോലി കിട്ടാതെ നിൽക്കുന്ന മക്കൾ വിദേശ രാജ്യങ്ങളില്, ദൈവമക്കളെ, IELTSഉം മറ്റ് പരീക്ഷകളും ഒക്കെ എഴുതി കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ജോലിയില്ലാതെ നിൽക്കുന്ന എത്ര മക്കളുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? വിദേശത്തുള്ള നിന്റെ കുഞ്ഞിന് ജോലിയുണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാം? അപ്പനും അമ്മയും വേദനിക്കരുത് എന്നു കരുതി ജീവിക്കുന്ന മക്കളെ ഈ അച്ഛന് പരിചയമുണ്ട്. 5-8 പേർ ഒരു മുറിക്കകത്ത് ഒരു നേരം ഭക്ഷണം കഴിച്ച് വീട്ടിൽ ആരും അറിയാതെ ഈ സ്ഥലത്ത്, ഈ വിദേശ രാജ്യത്ത് പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ഈ വചനത്തിൽ സാക്ഷികളാവുന്നത്. അനേക കണ്ണീർ തുള്ളി വചനം വിതയ്ക്കുന്നത് കണ്ണീരിന്റെ മുകളിലാ ദൈവമക്കളെ. ദൈവത്തിന്റെ വചനം വിതയ്ക്കുന്നത്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കണ്ണീരിന്റെ മുകളിലാ. ഹല്ലേലൂയ. നിനക്ക് കണ്ണീരുണ്ടെങ്കിൽ ഇന്ന് നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. നിനക്ക് കണ്ണീരുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ വചനം നിന്നിൽ മാംസം ധരിക്കും. തിരുവചനം തുടരുകയാ, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടയ്ക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ഇന്നലകളൊക്കെ മാറ്റപ്പെടുന്ന ഒരു പുതിയ ദിവസത്തിന്റെ സൂര്യോദയത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാവട്ടെ ഇത്. അന്ന് രാത്രിയിൽ മഗ്ദലനക്കാരി മേരി കണ്ണീരോടെ ശവകുടീരത്തിന് മുമ്പിൽ നിന്നൊരു അനുഭവമില്ലേ? ദൈവ പൈതലേ, അതേ ഹൃദയമിടിപ്പ് നിനക്കുണ്ടെങ്കിൽ, അതേ നൊമ്പരം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, ഈ രാത്രി വിരിയാൻ പോകുന്നത് ഒരു ഉത്ഥാന പ്രഭാതത്തിലേക്കാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു യുവാവ്, അവനിപ്പോൾ അവിടുത്തെ ശുശ്രൂഷകൻ. ഈ മകൻ മറൈൻ എഞ്ചിനീയറാണ്. ഇവൻ അവധിക്ക് വന്നു, കൂട്ടുകാരൻ വീട്ടിൽ വന്നു, അവനെ കൊണ്ട് ട്രെയിന് കയറ്റി വിടാൻ വേണ്ടി തിരിച്ചു പോയതാണ്. കൂട്ടുകാരനെ കയറ്റി വിട്ടു. തിരിച്ചു വരുന്ന വഴിക്ക് ഈ കുട്ടിക്ക് ഒരു അപകടം പറ്റുക. രാത്രി സമയം അവൻ അപകടം പറ്റി അവിടെ കിടന്നു. ആ വഴിക്ക് പോയ ഒരു വണ്ടി, ഒരു കാറ് ഇവനെ കാണുക. അവർ കണ്ടു, ഇവനെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. അനക്കമില്ല കൊച്ചിന്. ഫോൺ പോക്കറ്റിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് അവസാനം വിളിച്ച നമ്പറിലേക്ക് ഞെക്കി. ട്രെയിനിൽ കയറിയ കൂട്ടുകാരൻ്റെ നമ്പരാ. ആരാന്ന് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു.
ഇതാ ഒരു യുവാവിൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത ഫോണാണ്. അവനിതാ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ കൊച്ചിനെ ആശുപത്രിയിലാക്കി. ഇവൻ വെന്റിലേറ്ററിൽ കിടക്കുക. 3-4 ദിവസം വെന്റിലേറ്ററിൽ. കരയാൻ അറിയുന്നൊരമ്മ, നിലവിളിക്കാൻ അറിയുന്നൊരപ്പൻ. മാലാഖമാരുടെ ലക്ഷണമാണ്. കാവൽ മാലാഖയുടെ ലക്ഷണം എന്തെന്നറിയോ? കാവൽ മാലാഖ, നിലവിളിക്കാൻ അറിയുന്ന, കണ്ണീരൊഴുക്കാൻ അറിയുന്ന മാലാഖയ്ക്കുള്ള പേരാണ് കാവൽ മാലാഖ. ഗബ്രിയേൽ മാലാഖ അനുഗ്രഹത്തിന്റെ സന്ദേശം തരും. റഫായേൽ ദൂതൻ രോഗികളെ സുഖപ്പെടുത്തും. മിഖായേൽ ദൂതൻ തിന്മകളെ നിഹനിക്കും. നിന്റെ കാവൽ മാലാഖ കരയാൻ അറിയുന്ന മാലാഖ. ഹല്ലേലൂയ. കാവൽ മാലാഖയ്ക്ക് ഒരു കയ്യടി കൊടുത്താലോ? ആ കയ്യടി മാലാഖയ്ക്ക് സങ്കടം വരുന്നത് കയ്യടിയാണല്ലോ. കൈ നോവുന്ന പോലെ കയ്യടിച്ചേ. കൈ ഒന്ന് നോവട്ടെ നമ്മുടെ മാലാഖയ്ക്ക് വേണ്ടിയിട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, പഴയതെല്ലാം കടന്നു പോകുന്നു. പഴയതെല്ലാം കടന്നുപോയി. 5-ാം വാക്യം, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. നിനക്കൊരു പുതിയ മുഖം, നിനക്കൊരു പുതിയ ഭാവി, നിനക്കൊരു പുതിയ സംസാര രീതി, നിന്റെ ജീവിതത്തിനൊരു മാറ്റം, നിന്റെ കാര്യങ്ങൾക്കൊക്കെ ആകപ്പാടെ ഒരു മാറ്റം. ഹല്ലേലൂയ. സകലതും നവീകരിക്കുന്നു. ക്രിസ്തു സ്വപ്നം കാണുന്ന ഒരു പുരോഹിതനായിട്ട് നീ മാറുന്നു. ക്രിസ്തുവിനെ പോലെ മുറിവുള്ള ഒരു പുരോഹിതനായിട്ട് നീ മാറുന്നു. പരിശുദ്ധ അമ്മയെ പോലെ പുത്രൻ തമ്പുരാന്റെ ചുവട് നോക്കി നടക്കുന്ന, പരിശുദ്ധ അമ്മയെ പോലെ നൊമ്പരങ്ങളിലും വേദനകളിലും എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുന്ന, പരിശുദ്ധ അമ്മയെ പോലെ ദൈവമക്കളെ കൂട്ടിയിരുത്തി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ഒരു സന്യാസിനിയായിട്ട് നീ മാറുന്നൊരു അഭിഷേകം. പ്രിയ കുടുംബനാഥ, നിനക്കുമുണ്ടാവണം ക്രിസ്തുവിൻ്റെ രീതികൾ, നിനക്കുമുണ്ടാവണം ക്രിസ്തുവിൻ്റെ ഭാഷണ രീതികൾ, നിനക്കുമുണ്ടാകണം ക്രിസ്തുവിൻ്റെ പോഷണ രീതികൾ. പ്രിയ സഹോദരി, പ്രിയ അമ്മേ, നിനക്കുണ്ടാവേണ്ടത് ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെ. നിനക്കുണ്ടാവേണ്ടത് ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെ. ക്ഷമിക്കണം ഇത് പറയുമ്പോൾ, എനിക്കറിയാം നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. മക്കൾക്ക് വേണ്ടി മരിക്കുന്ന അമ്മമാര്, മക്കൾക്ക് വേണ്ടി ജീവൻ മാറ്റിവെക്കുന്ന അമ്മമാര്. അതുകൊണ്ടല്ലേ അമ്മയിലേക്ക് ദൈവം വന്നത്. അതുകൊണ്ടല്ലേ ഒരു അമ്മയിൽ നിന്ന് ജനിക്കാമെന്ന് ദൈവം തീരുമാനിച്ചത്. ദൈവിക ഗുണങ്ങളും ദൈവിക അലിവും ദൈവിക കാരുണ്യവുമുള്ള ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടിയാണ് അമ്മമാര്. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ദൈവം പ്രത്യേകം സൃഷ്ടിച്ചത്. ഉത്ഭവമില്ലായിരുന്നുവെന്ന് സഭാമാതാവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാ വീണ്ടും വിശ്വാസ സത്യമായി പറയുന്നു, ആത്മശരീരങ്ങളോട് അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്ന് വീണ്ടും പറയുന്നു. അവർ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായിരിക്കുന്നെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ സകലതും നവീകരിക്കുന്നു. ഞാൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ദൈവമക്കളെ, ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞ ഈ വചനം നീ വിശ്വസിക്കുക. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. രാവിലെ എൻ്റെ ഫോണിൽ ഇറങ്ങി ചെയ്തു. ഞാൻ ഫോൺ എടുത്തപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൊടിമറ്റത്തൊരു കൺവെൻഷൻ നടന്നിരുന്നു. ആ കൺവെൻഷനിൽ പങ്കെടുത്തൊരു ദൈവപൈതലാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു, വച്ചാ 23 വർഷമായിട്ട് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന വിധി എനിക്ക് അനുകൂലമായി വിധിച്ചു. കരങ്ങൾ വെച്ച് കർത്താവിന് മാത്രം കൊടുക്കാൻ. തളർന്ന കയ്യടികൾ സ്വർഗരാജ്യത്തിൽ സ്വീകാര്യമല്ല. കർത്താവിന്റെ സന്നിധിയിൽ തീഷ്ണതയുള്ള കൈ ഉറക്കമൊക്കെ അവിടെ പോകും. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിറയുന്ന നല്ലൊരു കയ്യടി കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങൾ വിശ്വാസയോഗ്യമാണ്, ഇത് സത്യവുമാണ്. പറയുമ്പോൾ സംഭവിക്കുമെന്ന്. സത്യമായ വചനമെന്ന് പറയുന്നത് വചനം പറയുമ്പോൾ സംഭവിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിജയം വരിക്കുന്നവന് ഞാൻ ആദിയും അന്തവും, ദാഹിക്കുന്നവന് ജീവജലത്തിന് ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വെറുതെ കൈ നീട്ടിയിരുന്നാ മതി, വെറുതെ ഒന്ന് ഉള്ളിൽ ആഗ്രഹിച്ചാ മതി, വെറുതെ ഒന്ന് ഉള്ളിലൊന്ന് നൊന്താ മതി. സൗജന്യമായി നീ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെയും പേരിലല്ല, നിന്റെ ഈ ദാഹത്തിന്റെ പേരിൽ ദൈവ പൈതലെ ഇന്ന് നിന്റെ ദാഹം തീർക്കുന്ന ഒരു അഭിഷേകം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുമെന്ന്
വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ദൈവമക്കളെ, ഉടമ്പടിയുടെ കാര്യം പറഞ്ഞല്ലോ. ദൈവം നിന്നെ കയ്യിലെടുക്കാൻ പോവാന്ന്. ഒരമ്മ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ. ഇന്നലെ ട്രെയിനിൽ പോരുമ്പോൾ ഒരമ്മയും കുഞ്ഞും ഓപ്പോസിറ്റ് സീറ്റിലുണ്ടായിരുന്നു. രാത്രിയിൽ ഈ കുഞ്ഞ് ഞെട്ടി ഉണർന്നു, അത് കരയാൻ തുടങ്ങി. അമ്മ നല്ല ക്ഷീണത്തിലാണ്. എന്നാലും അമ്മ എഴുന്നേറ്റു, കുഞ്ഞിനെ തോളിലിട്ടു. കുറച്ചു നേരം തോളിലിട്ടിട്ട് ഞാനിത് നോക്കിയിരിക്കുക. മടിയിൽ കിടത്തി ഒന്ന് ഉറക്കാൻ നോക്കി. കൊച്ചു പിന്നെയും ചാടി എഴുന്നേറ്റു. അമ്മ തോളിലേക്ക് വീണ്ടും കുഞ്ഞിനെ ഇട്ടു. അമ്മയ്ക്ക് ഉറക്കമില്ല. നിന്റെ ദൈവത്തിന് ഉറക്കമില്ല. നീ ഉറങ്ങാതെ നിന്റെ ദൈവത്തിന് ഉറക്കമില്ലെന്ന്. നിനക്ക് വിശ്രമമില്ലാത്തപ്പോൾ നിന്റെ ദൈവത്തിന് വിശ്രമമില്ലെന്ന്. നിന്റെ കണ്ണിൽ കണ്ണീരുള്ളപ്പോൾ നിന്റെ ദൈവത്തിന്റെ കണ്ണിൽ കണ്ണീരുണ്ടെന്ന്. നിന്റെ നൊമ്പരങ്ങൾ നിന്റെ ദൈവത്തിന്റെ നൊമ്പരമാണെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പുതിയ ആകാശത്തിന്റെ പുതിയ ഭൂമിയുടെ അനുഭവം തരാൻ പോവാ. നിന്റെ പുതിയ ഭൂമി, നിന്റെ പുതിയ ആകാശത്തെ കാണിച്ചു തരും. നാളെ മുതൽ നീ നടക്കാൻ പോകുന്ന വഴികൾ നിന്റെ പുതിയ ആകാശത്തെ കാണിച്ചത്. ഞാൻ പുരോഹിതനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എന്നോട് സംസാരിക്കുന്ന ഒരു രീതിക്കാരനാണ്. ഒരു പുരോഹിതനായി ഞാൻ കുർബാന ചൊല്ലേണ്ടത് ഏതോ ശില്പി പണിത ഒരാലയത്തിലല്ല, ഏതോ കലാകാരനുണ്ടാക്കിയ കുരിശിനെ തൊട്ടല്ല ഞാൻ ചുംബിക്കേണ്ടത്. ആരോ ചെയ്ത സക്കാരിയിലല്ല എൻ്റെ ഈശോയെ ഞാൻ കൊണ്ടുപോയി വെക്കേണ്ടത്. ഏതോ ആശാരി പണിത അൾത്താരയിലല്ല ഞാൻ എൻ്റെ ബലി അർപ്പിക്കേണ്ടത്. എൻ്റെ നീറുന്ന ഹൃദയം ദൈവ മക്കളെ ഓർത്ത് തകർന്ന എൻ്റെ ഹൃദയമാണ് എൻ്റെ ദേവാലയത്തിന് സക്കാരി ആവേണ്ടത്. എൻ്റെ ദൈവം വസിക്കേണ്ടത് എൻ്റെ നുറുങ്ങിയ ഹൃദയത്തിലാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മുറിവേറ്റ എൻ്റെ ശരീരം ഉയർത്തിപ്പിടിക്കുന്നതാകണം ക്രിസ്തുവിനെ. ക്രിസ്തുവിൻ്റെ രക്തത്തുള്ളികൾ എൻ്റെ ശരീരത്തിൽ വീണില്ല എങ്കിൽ, ക്രിസ്തുവിൻ്റെ രക്തത്തുള്ളികൾ എൻ്റെ ശരീരത്തിൽ വീണില്ല എങ്കിൽ, ദൈവമക്കളെ, ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. മക്കളെ, കുടുംബജീവിതം നയിക്കുന്ന പൈതലെ, നിന്റെ ഭൂമിയും മാറണം. നിന്റെ ആകാശവും മാറ്റപ്പെടുമെന്ന്. നിന്റെ ഭൂമിക്ക് മാറ്റം വരണം. നിന്റെ ജീവിതം തന്നെ ആവണം നിന്റെ ഭവനം. നിന്റെ ജീവിതം തന്നെ ആവണം നിന്റെ ഭവനം. നിന്റെ ഭവനം ദൈവത്തിന്റെ ആലയമായി മാറണം. നിന്റെ കഷ്ടപ്പാടും നിന്റെ വേദനയും നിന്റെ ദുഃഖം കൊണ്ട് നീ മെനഞ്ഞൊരു ഭവനം നിന്റെ തുറന്ന ഹൃദയമാവണം നിന്റെ കുടുംബത്തിന്റെ വാതിൽപ്പടി. തുറവിയുള്ള ഒരമ്മ, ആരെയും സ്വീകരിക്കുന്ന ഒരു അപ്പൻ, സ്നേഹത്തോടെ പടിവാതിൽ തുറന്നിട്ടിരിക്കുന്നവൻ. യേശു പറഞ്ഞല്ലോ ഞാൻ പടിവാതിലാണെന്ന്. യേശു പറഞ്ഞല്ലോ ഞാൻ പടിവാതിലാകണമെന്ന്. നിന്റെ കുടുംബം സ്വർഗമാകണമെങ്കിൽ, നിന്റെ കുടുംബം സ്വർഗമാകണമെങ്കിൽ ദൈവ പൈതലെ, തുറന്നിട്ട വാതിലായിട്ട് നിന്റെ ഹൃദയം രൂപപ്പെടണം. ഞാൻ ഓർക്കുന്നു, കൊച്ചുനാളത്തിലെ ഓർമ്മയാ. അമ്മ ചിലപ്പം ഇത് കാണുന്നുണ്ടാവാം. അമ്മ ചെയ്തൊരു കാര്യം അമ്മ പോലും ഓർക്കുന്നുണ്ടാവില്ല, ഈ മകനെ ഇത്രയും സ്പർശിച്ചെന്ന്. ഞാൻ LP സ്കൂളിൽ പഠിക്കുന്നത് എൻ്റെ വീടിനടുത്തുള്ള സെൻറ്റ് ലൂയിസ് LP സ്കൂൾ മുണ്ടക്കയം. വീടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ആ ദൂരത്തിലുള്ള വീട്, സ്കൂള്. തൊട്ടടുത്തുകൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുകൂടി ഒരു പുഴയുണ്ട്. വീട്ടിൽ പശുവും ആടും പശുവും ഒക്കെ ഉണ്ട്, കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കളുണ്ട്. എല്ലാവർക്കും ഓരോരോ ജോലി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പശുവിനെ നോക്കുക, പുല്ല്, ഒരുപാട് ജോലികൾ. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റിരുത്തി പഠിപ്പിക്കും. അപ്പൻ എല്ലാവരെയും നിരത്തിയിരുത്തി ഇങ്ങ് പഠിപ്പിക്കും. ഇങ്ങനെ നിരത്തിയിരുത്തി പഠിപ്പിക്കും. പിന്നെ 2ാം ക്ലാസ് മുതൽ ഞാൻ പള്ളിയിൽ പോകും. കാരണം പുല്ലി ചെത്തുന്ന വകുപ്പായിരുന്നു എനിക്കന്നുണ്ടായിരുന്നത്. ഞാൻ തലേന്ന് രാത്രി പുല്ലി എത്തിയിടും. അപ്പോൾ എനിക്ക് പിറ്റേന്ന് രാവിലെ പള്ളിയിൽ പോകും. രാവിലെ പള്ളിയിൽ പോകും. കുർബാനയും കഴിഞ്ഞ് വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വെള്ളത്തിൽ ചാടിയൊരു കുളിയുണ്ട്. ഒരു 5 മിനിറ്റ് 3 തവണ 4 തവണ ആ പുഴയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തും. ഇന്നും ഒരു സ്വപ്നമാണ്. ഇന്നും ഒരു ദൈവാനുഗ്രഹം പോലെ സാധിക്കുന്നില്ല. ഒത്തിരി നാളായി നീന്തിയിട്ട്. എന്നിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം, ഇന്നും വെള്ളിയാഴ്ചയാണല്ലോ, രാവിലെ ഞാൻ കയറി വരുമ്പോൾ മുറ്റത്ത് ഒരു വിളി കേൾക്കുന്നു, അമ്മ പശിക്കത്, അമ്മ വിശക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ദൈവമക്കൾ ആ വഴിയിലൂടെ കടന്നു. KK റോഡിനരികിലാണ് വീടെന്ന്. ഈ വഴിയിലൂടെ പോകും. ഇറങ്ങി വന്ന ഒരു മനുഷ്യൻ
ഒരു സ്ത്രീ വന്നു, അമ്മ വിശക്കുന്നല്ലോ, അമ്മ എനിക്കുണ്ടാക്കി വെച്ചിരിക്കുന്ന അരക്കുറ്റി പുട്ടുണ്ട്, എനിക്കിന്നും ഇഷ്ടമുള്ള ഭക്ഷണം പുട്ട് തന്നെയാണ്, ഒരു പക്ഷേ പുട്ടിൻ്റെ ഒരു അഭിഷേകം കിട്ടിയതായിരിക്കാം, അരക്കുറ്റി പുട്ടുണ്ട്. അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കി, ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയ്ക്ക് പട്ടിണി നല്ല പരിചയമാണ്, അമ്മയ്ക്ക് ഉപവാസം നല്ല പരിചയമാണ്. 8 നോമ്പൊക്കെ ആകുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മയ്ക്ക് 8 ദിവസം പട്ടിണിയാണ്. അമ്മ ഒരപ്പം കഴിക്കും, വൈകുന്നേരം ഉണ്ടാക്കുന്നൊരട. 2ാം ക്ലാസ്സിൽ വെച്ച് ആദ്യ കുർബാന സ്വീകരിച്ചിട്ട് ആ സെപ്റ്റംബർ മാസം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാനൊന്ന് ഉപവാസം എടുത്തു. അമ്മ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഈ 8 നോമ്പ് ഞാനും കൊണ്ട് എടുത്തോട്ടെ അമ്മേ. അപ്പം പറഞ്ഞ്, മോൻ കൊച്ചല്ലേ, നീ അങ്ങനെ എടുക്കുകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് കുഴപ്പം, നല്ല തടിയുണ്ടായിരുന്നു, കുറച്ചധികം പാലമ്മച്ചിട്ട് കുടിച്ചിട്ടുള്ളത് കൊണ്ട് നല്ല തടിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മ കുഴപ്പമില്ല, ഞാൻ എടുക്കാം. വൈകുന്നേരം അമ്മയ്ക്കും എനിക്കും ഓരോ അപ്പമുണ്ട്. 2ാം ക്ലാസ്സിൽ എൻ്റെ അമ്മ എന്നെ നോയമ്പെടുക്കാൻ പഠിപ്പിച്ചു. ഇന്നും പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുണ്യം, അത് വലിയ പുണ്യമൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പട്ടിണിക്കിരിക്കാൻ കർത്താവ് അനുഗ്രഹം തരും. ആരുടെയെങ്കിലൊക്കെ വേദനകളെ പറ്റി കേൾക്കുമ്പോൾ കുറച്ച് പട്ടിണി ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ദൈവാഭിഷേകം പരിശുദ്ധാത്മാവ് തന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ അമ്മ വെളിയിൽ നിന്ന് വിളിക്കുക, വിശക്കുന്നു അമ്മ, എന്തെങ്കിലും താ. ഞാൻ പറഞ്ഞു, അമ്മ എടുത്ത് കൊടുത്തേക്കാൻ പറഞ്ഞു, ഇതല്ലേ ഉള്ളൂ, ഇതങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. ആ സ്ത്രീ ഭക്ഷണം കഴിച്ചു. ഞാൻ സ്കൂളിലേക്ക് പോകാൻ മുകളിലേക്ക് കയറുമ്പോൾ ഞാൻ കേൾക്കുന്നു, ഈ സ്ത്രീ പറഞ്ഞുകൊണ്ട് പോവുക, അവരൊരു ദൈവമാണ്, അവരൊരു ദൈവമാണ്. പലപ്പോഴും ഞങ്ങളുടെ വീടിന് വാതിൽക്കൽ കൂടെ കടന്നു പോകുന്ന ഈ സ്ത്രീ അമ്മയുടെ അടുക്കൽ വരുമ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് കയറിയപ്പോൾ ഞാനൊരിക്കലും എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മയൊരു ദൈവമാണെന്ന്. പക്ഷേ ആ തമിഴ്ക്കാരി സ്ത്രീ പറഞ്ഞുകൊണ്ട് കയറുന്നത് ഞാൻ കേട്ടു, അവരൊരു ദൈവമാ, എൻ്റെ അമ്മയൊരു ദൈവമാ, എൻ്റെ അമ്മയൊരു ദൈവമാ. തുറന്നിട്ട വാതിൽ ഒരിക്കലും വീട്ടിൽ വന്നിട്ട് ആരും പട്ടിണി പോയത് കണ്ടിട്ടില്ല, ഒരിക്കലും വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് പട്ടിണി പോയത് കണ്ടിട്ടില്ല. ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൻ്റെ, നിന്റെ ഹൃദയം തുറന്ന വാതിലാവട്ടെ. നിന്റെ കുടുംബത്തിലേക്ക് ആർക്കും കടന്നു വരാൻ കഴിയട്ടെ. നിന്റെ കണ്ണീരിൻ്റെയും വേദനയുടെയും സന്തോഷത്തിൻ്റെയും നിരാശയുടെയും തകർച്ചയുടെയും കെടാവിളക്ക് കത്തുന്നിടമാവട്ടെ നിന്റെ പ്രാർത്ഥനാ മുറി. നിന്റെ സന്തോഷവും സങ്കടവും വേദനയും പൊട്ടിക്കരച്ചിലുമൊക്കെ നിറയുന്ന ആരാധനയുടെ ഇടമായിട്ട് ഒരുപാട് രൂപങ്ങളും ഒരുപാട് തിരികളും കത്തുന്നതല്ല, മുട്ടിന്മേൽ നിന്നുകൊണ്ട് നൊമ്പരങ്ങളൊക്കെ കത്തുന്ന തിരികളാക്കുന്ന ഒരു വിശുദ്ധ ഇടമായിട്ട് നിന്റെ വീട്ടിലെ പ്രാർത്ഥനാ മുറി തീരട്ടെ. നിന്റെ സ്നേഹവും നിന്റെ വിയർപ്പും നിന്റെ അധ്വാനവും നിന്റെ കണ്ണീരും ഒക്കെ ചേർത്ത് ചാലിച്ച് നീ ഉണ്ടാക്കി കൊടുക്കുന്ന അപ്പമാണ് നിന്റെ കുഞ്ഞ് കഴിക്കേണ്ടത്. നിന്റെ കഠിനാധ്വാനത്തിൻ്റെ, നിന്റെ പട്ടിണിയുടെ, നിന്റെ കണ്ണീരിൻ്റെ, നിന്റെ പ്രാർത്ഥനയുടെ, വേദനയുടെ ദിവ്യ കാരുണ്യം വിളമ്പേണ്ട ഇടമാണ് നിന്റെ അത്താഴമേശ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനിയും വരാനിരിക്കുന്നവർക്ക് വേണ്ടി ഓർക്കുന്നു. മറ്റൊരു ഓർമ്മ, മനസ്സിൽ നിന്ന് പോകാത്ത ഓർമ്മകളാണ്, ഹൃദയം തുറന്നു വെക്കാനാണ് എന്നോട് പറഞ്ഞത്. മനസ്സിൽ നിന്ന് മറക്കാത്തൊരു ഓർമ്മ കൂടി പറയട്ടെ. അപ്പം മരിച്ചു. അനിയനൊരു അച്ഛനാണ്, ഈശോ സഭക്കാരൻ. അപ്പൻ്റെ ശരീരം മോർച്ചറിയിൽ വെച്ചിരിക്കുക. ആ രാത്രിയിൽ അനിയൻ വരും. അവൻ കാഠ്മണ്ഡു പാറ്റ്ന പ്രൊവിൻസിൽ ഈശോ സഭ വൈദികനാണ്. എയർപോർട്ടിൽ വരും. ഏകദേശം 2 മണി 3 മണിയാകുമ്പോൾ വീട്ടിലെത്തുമെന്നാണ് പറഞ്ഞത്. ചേട്ടനുണ്ട്, ഞാനുണ്ട്, ഞങ്ങളുമൊക്കെ ഓരോ കട്ടിലിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിയുകയും ടോർച്ച് കത്തലും വെളിച്ചവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം. ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല, അമ്മ ഒട്ടും ഉറങ്ങിയിട്ടില്ല. അമ്മയുടെ മോൻ വരുമെന്ന് അമ്മയ്ക്കറിയാം. അവനെപ്പം വന്നാലും അവനൊരു പിടി ചോറ് കൊടുക്കണം. ഒരു പിടി ചോറൊരുക്കി കാത്തിരിക്കുന്ന ഏറ്റവും അവസാനം വരുന്ന വ്യക്തിക്ക് വേണ്ടി കൂടി, നിന്നെ മാനിക്കാത്ത, നിന്നെ അംഗീകരിക്കാത്ത വ്യക്തിക്ക് കൂടി, കൂടുതലാണെങ്കിൽ ക്ഷമിക്കണം, മദ്യപിച്ച് വരുന്ന നിന്റെ കുഞ്ഞിന് വേണ്ടി നീ ചോറുമായി കാത്തിരുന്നാൽ അധികം കാലം നീ അവന് വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല. ദൈവ പൈതലെ, അവൻ്റെ ജീവിതം നിന്നെ കണ്ടു മാറും. നീ നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു ജീവിതമാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ മാറും. ഹല്ലേലൂയാ,
ഹല്ലേലൂയ. ക്രിസ്തു മാറ്റിയ വീട്, ക്രിസ്തു രൂപാന്തരപ്പെടുത്തിയ ഭവനം, ക്രിസ്തു രൂപാന്തരപ്പെടുത്തിയ പുരോഹിതൻ, ക്രിസ്തു അത്ഭുതം ചെയ്ത സന്യാസിനി, ക്രിസ്തു ജീവിക്കുന്ന കുടുംബനാഥൻ, ക്രിസ്തുവായി മാറിയ അമ്മ. ഇത് കടന്നു പോകലിന്റെ രാത്രിയാണ്. ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന രാത്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു നാടക നടനെ പരിചയപ്പെട്ടു. ഈശോയുടെ നാടകമാണ്, ക്രിസ്തു നാടകമാണ് ഇദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിനെ പറ്റിയാണ്. ഒരു മതവിശ്വാസിയാണ് ക്രിസ്തുവായിട്ട് അഭിനയിക്കുന്നത്. ഇദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ട കാര്യങ്ങൾ എന്നെ അല്പം ഒന്ന് അത്ഭുതപ്പെടുത്തി. ഈ മകൻ ബൈബിൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുക, ക്രിസ്തുവാകാൻ വേണ്ടി സുവിശേഷം മനപ്പാഠമാക്കുക, സുവിശേഷം ധ്യാനമാക്കി മാറ്റിയിരിക്കുക. ഈ ദൈവ പൈതല് ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ അനുഭവത്തിലൂടെ കടന്നു പോവുക. ഒരു നാടകം അഭിനയിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തു ചെയ്തതുപോലെ ചെയ്യാൻ, ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാൻ, ക്രിസ്തുവിനെ പോലെ ആകാൻ ശ്രമിച്ച ആ യുവാവ്, ഹല്ലേലൂയ, സ്വരമുയർത്തി, നിന്നിൽ ക്രിസ്തു ഇറങ്ങണമെങ്കിൽ, നിന്നിൽ ക്രിസ്തു ഇറങ്ങണമെങ്കിൽ നീ ക്രിസ്തുവിനെ പോലെ ആകണം. ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ സ്വീകരിച്ച മാമോദീസ, നീ ഓരോ ദിവസവും സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം, നീ സ്വീകരിച്ച സ്ഥൈര്യ ലേപനം, കുമ്പസാരക്കൂട്ടിൽ നീ മുട്ടുകുത്തിയപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞില്ലേ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ക്രിസ്തുവിന്റെ ഛായയായിരുന്നു. ഹല്ലേലൂയ. കൂദാശകൾ നിന്നെ മാറ്റിയെടുത്തത് ക്രിസ്തുവായിട്ടാണ്. നിന്നെ ക്രിസ്തുവിന്റെ മുഖം കാണാനാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊറിന്തോസ് ലേഖനം 1 കൊറിന്തോസ് 5:17 നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. One who is in Christ is a new creation. A new creation. നീ പോലും സ്വപ്നം കാണാത്ത ഒരു പുരോഹിതനാക്കി, ഒരു സന്യാസിയാക്കി, ഒരപ്പനാക്കി, അമ്മയാക്കി നിന്നെ മാറ്റാൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ പോലൊരമ്മ, ദൈവത്തെ പോലൊരപ്പൻ, ദൈവത്തെ പോലൊരപ്പൻ. ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ ഉള്ളിൽ അപ്പനോടുള്ള സ്നേഹം കൂടുതലായിരുന്നു. ലൂക്കാ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം എഴുതുമ്പോൾ ദൈവത്തെ പോലൊരു അപ്പൻ്റെ കഥ കൂടി ഈശോ പറഞ്ഞു വെച്ചു. പ്രിയ കുടുംബനാഥന്മാരെ, ഈ വചനം കേട്ടുകൊണ്ട് കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കുടുംബനാഥ, ഇന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ദൈവത്തെ പോലൊരപ്പനാകാൻ, ദൈവത്തെ പോലൊരപ്പനാകാൻ നിനക്ക് കൊതിയുണ്ടോ? ദൈവത്തെ പോലൊരപ്പനാകാൻ നിനക്ക് കൊതിയുണ്ടോ? ക്രിസ്തുവിനെ പോലൊരമ്മ. സുവിശേഷങ്ങളൊക്കെ പറയുന്നു. മത്തായി സുവിശേഷത്തിൽ 23-ാം അധ്യായത്തിലല്ലേ, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ തന്നോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചതുപോലെ, തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചതുപോലെ ക്രിസ്തുവിനെ പോലൊരമ്മ, ക്രിസ്തുവിനെ പോലൊരമ്മ. ക്രിസ്തുവിനെ തൊട്ടവരും ക്രിസ്തു തൊട്ടവരും പുതിയ സൃഷ്ടികളായെങ്കിൽ അമ്മേ തൊടുന്ന മക്കൾ പുതിയ സൃഷ്ടികളാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ പോലൊരപ്പൻ. വ്യാഖ്യാനിക്കാൻ നമുക്ക് സമയക്കുറവാണ്. ലൂക്കാസ് വിശേഷത്തില് ധൂർത്തപുത്രന്റെ അതിധൂർത്തനായ അപ്പൻ, ധൂർത്തപുത്രന്റെ അതിധൂർത്തനായ അപ്പൻ. ഇങ്ങനൊക്കെ ഒരപ്പനാകാൻ പറ്റുമോ? യഹൂദ സാഹചര്യത്തിൽ സ്വത്തിൽ എൻ്റെ പങ്ക്. അപ്പൻ മരിച്ചാൽ മാത്രം കിട്ടുന്ന വസ്തുവിൻ്റെ പേരാണ് ബൈബിളിൻ്റെ ഭാഷയിൽ യഹൂദ സാഹചര്യത്തിൽ അപ്പൻ്റെ സ്വത്ത്. അപ്പനെ എനിക്ക് വേണ്ട, അപ്പൻ മരിച്ചു എന്ന് പറയുന്നൊരു മകൻ, സ്വത്തിൽ എൻ്റെ പങ്ക് എനിക്കിങ്ങുത്താ.
പറിച്ചു കൊടുത്തു തൻ്റെ ചങ്ക്. സ്വത്തല്ല അപ്പന് നഷ്ടം, അപ്പന്റെ നഷ്ടം മകനാണ്. അവന് പകുതിയല്ല, അവന് മുഴുവനും ഞാൻ കൊടുത്തേക്കാം. അപ്പന്റെ വിഷയം സ്വത്തല്ല, അപ്പന്റെ വിഷയം സ്നേഹം. അപ്പന്റെ വിഷയം സ്നേഹം. പറ നിങ്ങള് അപ്പന്മാര്, പറ നിങ്ങളുടെ വിഷയം സമ്പത്തോ, നിങ്ങളുടെ വിഷയം സ്നേഹമോ? ഒരപ്പൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന മോനുമായിട്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഈ മോനുമായിട്ട് വന്നു. അപ്പൻ്റെ തലയിൽ നല്ലൊരു കെട്ടുണ്ട്. വന്ന് പ്രാർത്ഥിച്ച മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തു പറ്റിയത്? ഈ മോൻ ഇരുമ്പ് പാര വെച്ച് അടിച്ചതാ. ഒരാഴ്ച. നമ്മുടെ കുടുംബം തന്നെയാണല്ലോ, നൊമ്പരത്തോടെ കേൾക്കാൻ കഥ. ഒരാഴ്ച വെന്റിലേറ്ററിലായിരുന്നു. ജീവനാണോ മരണമാണെന്നോ എന്നറിയില്ല. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി 3ാം ദിവസം ഹോസ്പിറ്റൽ ചെക്കപ്പിനല്ല പോകുന്നത്. ഈ മോനെ കൊണ്ടുവന്ന് ഒന്ന് പ്രാർത്ഥിപ്പിച്ച് അവനിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയ്ക്കുക. അപ്പൻ്റെ വിഷയം സ്നേഹമാണ്. അപ്പൻ കാത്തിരുന്നു, അപ്പൻ കാത്തിരുന്നു. അപ്പന് ഊണില്ല, അപ്പന് ഉറക്കമില്ല. അല്ലെങ്കിൽ പിന്നെ അപ്പന് കാണുന്നത് മോൻ വരുന്നത്. ഈ മോൻ വരുന്നത് അപ്പൻ കണ്ടു എന്ന് ബൈബിൾ എഴുതുമ്പോൾ അതിന്റെ അർത്ഥം അപ്പന് രാവും പകലുമില്ല. അപ്പന് രാവും പകലുമില്ല. അപ്പൻ കാത്തിരിക്കുക. അപ്പൻ ഊണും ഉറക്കവുമില്ല. അപ്പൻ കാത്തിരിക്കുക. ആ അപ്പന്റെ പേരാണ് ദൈവത്തെ പോലൊരപ്പൻ. ദൈവത്തെ പോലൊരപ്പൻ. ഇനി കേട്ടോ മക്കളെ, പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തെ പോലൊരപ്പൻ വീട്ടിലുണ്ടെങ്കിൽ, ദൈവത്തെ പോലൊരപ്പൻ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് കാലം ദൂരസ്ഥലങ്ങളിലൂടെ കറങ്ങുവാൻ നിന്റെ കുഞ്ഞിന് സാധിക്കില്ല. ഹല്ലേലൂയ. സ്വരമുയർത്തി അപ്പന്മാര് ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. അതേ ദൈവപൈതലേ, ഈ രാത്രി നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു വിളിയായത്. കൊറിന്തോസ് ലേഖനം 2 കൊറിന്തോസ് 5:13 പറയുന്നു, ഞങ്ങൾ ഉന്മത്തരാണെങ്കിൽ അത് ദൈവത്തിനു വേണ്ടിയാണ്. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് പ്രാന്ത് പിടിച്ച മനുഷ്യര്, ദൈവസ്നേഹത്തിന് വേണ്ടി ജീവിതം കൊടുത്തവര് നമ്മൾ ചുറ്റുപാട് കാണും. ഒരുപാട് ആത്മായ സഹോദരങ്ങള്, ഒരുപാട് ആത്മായ സഹോദരങ്ങള് ദൈവത്തിന് വേണ്ടി പ്രാന്ത് പിടിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ നിറഞ്ഞ് ദൈവം ചെയ്ത പ്രവർത്തികൾ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കും. ദൈവത്തെ പ്രതി നിനക്ക് പ്രാന്ത് പിടിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ നിറഞ്ഞ് ദൈവം ചെയ്ത പ്രവർത്തികൾ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊറിന്തോസ് ലേഖനം 2 കൊറിന്തോസ് 5:14 ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ദൈവമക്കളെ, ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മളെ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുണ്യാളച്ചൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ സാക്ഷ്യം പറയാൻ വന്ന ഒരു മകൻ. നീണ്ട കഥയാണ്, ചുരുക്കി പറയാം. ഇവൻ CA പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന പയ്യനാണ്. പലതവണ എഴുതി തോറ്റപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ബുദ്ധി കൊണ്ട് കാര്യമില്ലടാ കൊച്ചേ, ദൈവാനുഗ്രഹം വേണ്ടേ മോനെ, നീ പ്രാർത്ഥിക്ക്, അമ്മയുടെ കൂടെ പള്ളി വാ. അവൻ പറഞ്ഞു, പഠിച്ചിട്ട് എഴുതാത്ത CA പ്രാർത്ഥിച്ച കിട്ടുമെന്നാണ് അമ്മ പറയുന്നത്. മോന് അമ്മയെ ജീവനായിരുന്നു. അമ്മ വിഷമിക്കണ്ടല്ലോ, മോൻ പള്ളി പോകാൻ തുടങ്ങി. പരീക്ഷ എഴുതി തോറ്റു. അമ്മ പറഞ്ഞു, മോനെ ഒരു തവണ കൂടി നീ എഴുത്, ഇത്തവണ നീ ജയിക്കും. കുറച്ചും കൂടി നീ പ്രാർത്ഥിക്കുക, ഇത്തവണ നീ ജയിക്കും. കൊച്ചിൻ്റെ പരീക്ഷ എഴുതി. കൊച്ചു റിസൾട്ട് വേണ്ടി കാത്തിരുന്നു. ഒരു തിങ്കളാഴ്ച അവൻ പറഞ്ഞു, അമ്മ നാളെ റിസൾട്ടാ, നാളെ ചൊവ്വാഴ്ച. അമ്മ പട്ടിണി കിടക്കുന്ന, അമ്മ നിലവിളിക്കുന്ന ദിവസത്തിൻ്റെ പേരാണ് കോട്ടയം ദേശത്ത് ചൊവ്വാഴ്ച. ഈ മോൻ പറഞ്ഞ സാക്ഷ്യം, അവൻ അൾത്താരെ കയറി അമ്മ അടുത്തു നിന്ന് പൊട്ടിക്കരയുമ്പോൾ ഈ മകൻ പറഞ്ഞ സാക്ഷ്യം ഇതാണ്. തിങ്കളാഴ്ച വൈകുന്നേരം അയലോക്കത്തുള്ള ഒരു പലചരക്ക് കടയിൽ ചെന്നിട്ട് കല്ലുപ്പ് വാങ്ങിയവൻ. ഇവൻ്റെ മുറിയുടെ മൂലയ്ക്ക് ഇവൻ ഈ കല്ലുപ്പ് നിരത്തി. അതിൻ്റെ മുകളിൽ അവൻ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ചു, അമ്മയെ സങ്കടപ്പെടുത്തല്ലേ, അമ്മയുടെ വിശ്വാസം കുറച്ച് കളയല്ലേ ദൈവമേ. എന്നെ CA ജയിപ്പിക്കണമെന്നല്ല, അമ്മയുടെ വിശ്വാസം എടുത്ത് കളയല്ലേ ദൈവമേ.
വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. പിറ്റേന്ന് ചൊവ്വാഴ്ച റിസൾട്ട് വരുമ്പോ അമ്മയുടെ മകന്റെ റിസൾട്ട്. ക്രിസ്തുവിലായിരിക്കുന്നവൻ വിജയിയാണ്. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം പറയുന്നു, വിജയിക്കുന്നവന് ജീവന്റെ കിരീടം നൽകും. ഹല്ലേലൂയ. വിജയിക്കുന്നവനെ ഞാൻ കിരീടം അണിയിക്കും. ഹല്ലേലൂയ. മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നമ്മളെ വിളിക്കുന്നത് ഈ ഒരു അനുഭവത്തിലേക്കാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മറ്റൊരു യുവാവ് അവൻ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയിപ്പിച്ച വാക്യം ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമായിരുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവൻ. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവൻ. പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ഇതാ നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഇത് കേട്ടുകൊണ്ടൊരു യുവാവ് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കടന്നു വരിക. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയൊരു കൊച്ച്. അവൻ നേഴ്സിംഗ് പഠിച്ചു, അതുമൊക്കെ പരാജയമായി. ഒന്നുമല്ലാതെ നിൽക്കുമ്പോഴാണ് അവൻ കേൾക്കുന്നത്, ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു. ചുരുക്കി പറയാം, അവൻ പഠന രീതി മാറ്റി, അവൻ കോഴ്സ് മാറ്റി. അവൻ BCom പഠിച്ചു, BComന് 89%. അവൻ CA പഠിച്ചു, CA ഫസ്റ്റ് ചാൻസിൽ അവൻ പാസ്സാകുന്നു. അവൻ MBA പഠിച്ചു, MBAയും അവൻ ഫസ്റ്റ് ചാൻസിൽ പാസ്സാകുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവൻ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നു. ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു കാര്യം നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നെന്ന്. ഹല്ലേലൂയ. സ്വരമേറി പറഞ്ഞവങ്ങളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, തമ്പുരാനെ നിറയുവാനായിട്ട്, തമ്പുരാനെ കൊണ്ട് നിറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. യേശു തമ്പുരാൻ വന്നത് മുഴുവൻ പിതാവിനെ പറ്റി പറയാനാ. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ പിതാവും അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് ഒറ്റ ഇഷ്ടമേ ഉള്ളൂ. അപ്പനും മോനും ഒന്നിച്ചിരിക്കുന്നത് പോലെ നമ്മളും ഈ അപ്പനോടും മോനോടും പരിശുദ്ധാത്മാവിനോടും ഒന്നിച്ചിരിക്കണമെന്ന് പുത്രൻ തമ്പുരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, പിതാവിന്റെ സ്നേഹം വാരിക്കോരി എറിയാൻ സുവിശേഷത്തിലെ 3 മുഖങ്ങൾ, പിതാവിന്റെ 3 മുഖങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. 3 മുഖങ്ങൾ. മത്തായി സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന തിരുവചന ഭാഗം 3-ാമത്തെ വാക്യം വായിക്കുന്നു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അപ്പനെ പറ്റി മോൻ പറഞ്ഞു തരുന്ന കഥയാണ്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. പൊന്നു തമ്പുരാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഉദാരനായ മനുഷ്യനാണ് ഒരു വിതക്കാരൻ. വിതയ്ക്കാനായിട്ട് പുറപ്പെടുന്ന വിതക്കാരനായ മനുഷ്യൻ. അവൻ വാരിക്കോരി എറിയുക. കൊട്ടയിലുള്ളത് മുഴുവൻ വാരി എറിയുകയാ. കണക്കുകളില്ലാതെ വാരി എറിയാൻ അറിയാവുന്ന ഒരപ്പൻ തമ്പുരാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ വാരി വിതറുന്ന വിതക്കാരനായ അപ്പൻ പുറപ്പെട്ടു. എക്സഡസ് വാക്കാ ഉപയോഗിച്ചത്. ഒരു പുറപ്പാടിന്റെ അനുഭവം. ഇസ്രായേൽ ജനത്തിനറിയാം, അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്കുള്ള യാത്ര. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. തേനും പാലും ഒഴുകുന്ന ഒരു ജീവിതത്തിന്റെ അനുഭവം നിനക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനം. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് നിന്നിൽ മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ? ഈ രാത്രിയിൽ കർത്താവിന്റെ വചനത്തിന് വേണ്ടി നീ കാതോർത്തിരിക്കുമ്പോൾ കർത്താവിന്റെ വചനം ഒരു പുതുവിത്തായി നിന്നിൽ വീണിട്ട് അതിതാ സ്പ്രൗട്ടിങ് ഔട്ട് ഇൻ യു. ഡോണ്ട് യു ഫീൽ ഇറ്റ്? നിനക്ക് ഫീൽ ചെയ്യുന്നില്ലേ? നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്യുന്നു. 43-ാം യെശയ്യാ 43-ന്റെ 18-ാം വാക്യം പറയുന്നതാണ്, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ദൈവമക്കളെ, ഇതാ ഒരു പുതിയ ആകാശത്തിന്റെ, ഒരു പുതിയ ഭൂമിയുടെ അനുഭവം തരാൻ പോവാ. കയ്യിലിരിക്കുന്ന വിത്തിന്റെ സാധ്യത കൂടി പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ. 100% വിളവ്. വിത്തില് ചിലത് വഴിയരികിൽ വീണു, പക്ഷികൾ വന്ന് തിന്നു കളഞ്ഞു. ചിലത് പാറമേൽ വീണു, മണ്ണ് അധികമില്ലായിരുന്നു, വേരില്ലാഞ്ഞതിനാൽ, വചനം പഠിപ്പിക്കുകയാണ്, വേരില്ലാഞ്ഞതിനാൽ അത് വാടിപ്പോയി. മറ്റു ചിലത് മുൾച്ചെടികളുടെ ഇടയിൽ വീണു, മുള്ളുകൾ വന്ന് അവയെ ഞെരുക്കിക്കളഞ്ഞു. പിന്നെ ചിലതോ നല്ല നിലത്ത് വീണു.
ഒരു വിത്തിന്റെ സാധ്യതയാണ് 100 മേനി. 100 മേനി, അത് 100ഉം 60ഉം 30ഉം മേനി വിളവ് നൽകി. ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിലേക്ക് ദൈവം വിടുന്ന അനുഗ്രഹത്തിന്റെ സാധ്യതയാണ് 100 മേനി ക്രിസ്തു. 100 മേനി ദൈവിക ഇടപെടൽ, 100 മേനി ദൈവിക പ്രവർത്തനം. രണ്ടാമത്തെ ചിത്രം ഇതാ, ഞാൻ നല്ല ഇടയനാകുന്നു. ആടിനെ തോളിലേറ്റുന്നവൻ, മുറിവേറ്റവനാണ് തോളിലിടം. ക്ഷീണിച്ചു പോയവനാണ് തോളിലിടം. തളർന്നു പോയവനാണ് തോളിലിടം. ദൈവ പൈതല്, ഈ രാത്രിയിൽ നിന്റെ വാതിൽക്കൽ വന്നിരിക്കുന്ന തമ്പുരാന് ഒരു ഇടയന്റെ മുഖമുണ്ട്. അവന് ഇടയന്റെ കണ്ണുകളുണ്ട്. ഇതാ തിരുവചനം പഠിപ്പിക്കുന്നു. എസെക്കിയേൽ 34:11. ഇതാ, ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. കാറു നിറഞ്ഞ അന്ധകാരപൂർണമായ ദിവസം, ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ കണ്ടെടുക്കും. ജീവൻ കൊടുത്തിറങ്ങുന്നൊരപ്പൻ, ജീവൻ കൊടുത്തിറങ്ങുന്നൊരു ഇടയൻ. വചനത്തിലെ 3ാമത്തെ ചിത്രം കൂടെന്ന് പറഞ്ഞോട്ടെ, നേരത്തെ ധ്യാനിച്ചു. ചുരുക്കി പറയാം, അപ്പന്റെ മുഖം. പൊന്നു തമ്പുരാൻ അപ്പൻ എന്ന് പറഞ്ഞ ജീവനാ. പൊന്നു തമ്പുരാൻ അപ്പൻ എന്ന് പറഞ്ഞ ജീവനാ. ഒരു കൊച്ച് സിസ്റ്റർ ഫൈനൽ പ്രൊഫഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല, ജൂനിയറാ. സിസ്റ്റർ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്യം എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു ദൈവാനുഭവ. എന്തോ പറഞ്ഞു വന്ന കൂട്ടത്തിൽ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ചോദിച്ചു, സിസ്റ്റർ എങ്ങനെ പ്രാർത്ഥിക്കണേ? അച്ഛൻ ചിരിക്കരുത്. ഞാൻ ചിരിക്കത്തില്ല. സിസ്റ്റർ പറഞ്ഞു, അപ്പൻ പിതാവിൻ്റെ കയ്യിൽ പിടിച്ച് നൃത്തം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കും. അപ്പൻ ദൈവത്തിന്റെ കൈക്ക് പിടിച്ച് ഞാനും എൻ്റെ അപ്പൻ എന്ത് ചെയ്യുന്ന നൃത്തത്തിന്റെ പേരാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥന, എൻ്റെ അപ്പന്റെ കൈക്ക് പിടിച്ച് ഞാൻ ചെയ്യുന്ന നൃത്തത്തിന്റെ പേര് എൻ്റെ പ്രാർത്ഥന. ഒരു വിശുദ്ധനും പറഞ്ഞിട്ടില്ല ഇതിന് മുകളിൽ ഒരു ഡെഫിനിഷൻ. ദൈവമക്കളെ, മടത്തി ചേർന്നിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചെന്നെ പഠിപ്പിച്ചു പ്രാർത്ഥിക്കാൻ. അപ്പന്റെ കൈ പിടിച്ച്. അപ്പന്റെ കയ്യിൽ മുഴുവൻ സ്നേഹമാ, അപ്പന്റെ കയ്യിൽ മുഴുവൻ കാരുണ്യമാ, അപ്പന്റെ കയ്യിൽ മുഴുവൻ സൗഖ്യമാ, അപ്പന്റെ കയ്യിൽ മുഴുവൻ ക്ഷമയാ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കൈ, ദൈവത്തിന്റെ ക്ഷമയുടെ കൈ, ദൈവത്തിന്റെ ഔദാര്യത്തിന്റെ കൈ, നിന്നെ നിലത്ത് വെക്കാത്ത ദൈവത്തിന്റെ കൈക്ക് പിടിച്ച്, ദൈവത്തിന്റെ കൈക്ക് പിടിച്ച്. പുത്രൻ തമ്പുരാൻ പറഞ്ഞല്ലോ, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. ഇത്രയും അപ്പനെ സ്നേഹിച്ചൊരു മോനുണ്ടോ? ഇത്രയും അപ്പനെ സ്നേഹിച്ചൊരു മോനുണ്ടോ? ദൈവത്തെ പോലൊരു അപ്പനെ പറ്റി പറഞ്ഞല്ലോ. ഒരു വാക്യം ഞാൻ വിട്ടുപോയി. അതിനകത്ത് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു, മരിച്ച മകൻ ഉയർക്കുമെന്ന് വിശ്വസിച്ച അപ്പൻ. മരിച്ച മകൻ ഉയർക്കുമെന്ന് വിശ്വസിക്കാൻ അത്രയും മകനെ സ്നേഹിക്കുന്ന ഒരപ്പൻ. ഈ കുഴിമാടം പൂക്കുമെന്ന്, ഈ കുഴിമാടത്തിൽ നിന്ന് ജീവൻ ഉയരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്നു. അപ്പം പറഞ്ഞില്ലേ, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നു. ദൈവ പൈതലെ, നിന്നെ ദൈവം വിളിക്കുക ഈ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാൻ. ദൈവമക്കളൊന്ന് എഴുന്നേക്കാവോ? ദൈവമക്കളൊന്ന് എഴുന്നേക്കാമോ? നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. ദൈവമക്കളെ, ഒരു വാരി കൂടെ പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാവില്ല. അത് പരിശുദ്ധാത്മാവാണ്. ഈ അപ്പനെ സ്നേഹിക്കാൻ, ഈ അപ്പൻ്റെ മുഖം നമുക്ക് തരുന്നത്, ഈ പുത്രൻ്റെ അനുഭവം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്ന ഒരു വാക്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇടപെടുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ വിസ്മയത്തിലാഴ്ത്തുന്നു. When you encounter Holy Spirit, you will be surprised. നീ പരിശുദ്ധാത്മാവിനെ ഇടപെടാൻ അനുവദിക്കുമ്പോൾ നിന്റെ ജീവിതം വിസ്മയത്തിൽ ആറാടുന്നു. അവൻ പുതിയ സംഭവങ്ങളിലേക്ക് വഴിമരുന്നിടുന്നു. അതിൻ്റെ പുതുമ നമ്മളെ സ്തബ്ധരാക്കുന്നു. ഞെട്ടിക്കുന്ന ഒരു അഭിഷേകം. ഹബക്കൂക്ക് 1:5 പറഞ്ഞില്ലേ, ആരും വിശ്വസിക്കാത്ത ഒരു അഭിഷേകം നിന്റെ ദൈവത്തിന് തരാൻ കഴിയുമെന്ന്. ഇതാ ജോൺ പോൾ പാപ്പ പറയുന്നു, പരിശുദ്ധാത്മാവില്ലെങ്കിൽ ദൈവം അകലെയാണ്.
ഞാൻ ശാലോം ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കാൻ, ഭാഷാവ് ദൈവമക്കളെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ദൈവം അകലെയാണ്. ക്രിസ്തു ഒരു ചരിത്ര സംഭവമാണ്. Christ becomes a historical event. No, it should be a daily event. It should be an interacting event. ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന, ഇന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുമല്ലോ, ക്രിസ്തു ഇറങ്ങി വരുന്നത് കാണണം, ക്രിസ്തു നിന്നെ നോക്കുന്നത് കാണണം, ക്രിസ്തു നിന്റെ നേരെ കൈ നീട്ടുന്നത് കാണണം, ക്രിസ്തു നിന്നെ വിളിക്കുന്നത് കാണണം. ക്രിസ്തു ചരിത്ര സംഭവമാകും സുവിശേഷം. Gospel becomes dead letters. മൃതമായ അച്ചുകൂടായിട്ട് സുവിശേഷം തീരും. പരിശുദ്ധാത്മാവ് ഉണ്ടാകുമ്പോഴോ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇവിടെ. The risen Lord is here. ഉദ്ധിതനായ മിശിഹ ഇവിടെ. ക്രിസ്തു ജീവിക്കുന്നു. സുവിശേഷം നിന്നെ പ്രചോദിപ്പിക്കുന്നു. സഭ ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മയായി മാറുന്നു. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞൊരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിളിക്കാൻ നിങ്ങൾ ഭയപ്പെടരുതേ. പരിശുദ്ധാത്മാവിനെ വിളിക്കാൻ നിങ്ങൾ ഭയപ്പെടരുതേ. പരിശുദ്ധാത്മാവിനെ വിളിക്ക, അവൻ നിങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് നിന്നെ വിട്ടുകൊടുക്കും. നീ ഒരു പുതിയ സൃഷ്ടിയാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നിന്നെ വിട്ടുകൊടുക്കണം. ഇരു കരങ്ങളും ഒന്ന് ദൈവ സന്നിധിയിലേക്ക്. അറിയില്ല ദൈവമേ പ്രാർത്ഥിക്കാൻ, അറിയില്ല ദൈവമേ ചോദിക്കാൻ, എന്താ പറയേണ്ടത് അറിയില്ല ദൈവമേ. നിന്റെ മക്കളെ കൈ നീട്ടുക. നീ കോരി നിറച്ചു തരുന്ന അപ്പനാണല്ലോ, നീ കോരി നിറച്ചു തരുന്ന സഹോദരനാണല്ലോ, നീ കോരി നിറച്ചു തരുന്ന പരിശുദ്ധാത്മാവാണല്ലോ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ പറ്റുമോ? സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഒരു പുതിയ ആകാശത്തിന്റെ അനുഭവം, ഒരു പുതിയ ഭൂമിയുടെ അനുഭവം, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരീകരണം, ഒരു വിസ്മയം, ഒരു അത്ഭുതം, ഒരു അനുഗ്രഹം, ഒരു കൃപ, ഒരു സൗഖ്യം ഈ സമൂഹത്തിൽ. യേശുവേ, യേശുവേ, യേശുവേ. സ്തുതിക്ക് പ്രാർത്ഥന പകരുന്ന സ്വരമേറ്റ് സ്തുതി പ്രാർത്ഥിച്ച് ആത്മാവിന് വേണ്ടി ദാഹിച്ച്, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് വരട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റുന്നവരാ, ഉള്ളവരാ, കരഞ്ഞു പ്രാർത്ഥിച്ച് നിന്റെ കണ്ണീർ അഭിഷേകമാകുന്നു. നിന്റെ കണ്ണീര് നിന്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ സുഖപ്പെടുത്തുന്നു. നിന്റെ കണ്ണീര് മറ്റൊരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അത്ഭുതാഭിഷേകങ്ങൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മഹത്തായ കാര്യങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നു. യോഗക്കിടക്കങ്ങളിൽ ദൈവം സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ശാലോമിന്റെ സമാധാനത്തിൽ പങ്കുചേരാൻ ദൈവം അനുഗ്രഹിച്ചതിന്, സമാധാനത്തിന്റെ തൈലം കൊണ്ട് ഈ എളിയവനെ അഭിഷേകം ചെയ്യുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ കാത്തുകൊള്ളണമേ. ഒരു പുണ്യപ്പെട്ട പുരോഹിതനാകാൻ, ക്രിസ്തുവായിട്ട് രൂപപ്പെടുന്നൊരു പുരോഹിതനാകാൻ ഈ എളിയവനും എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ അച്ഛന്മാർക്കും സാധിക്കാൻ ഞങ്ങൾ പുരോഹിതർക്ക് വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ കണ്ണീരാണ് ഞങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ അഭിഷേക തൈലം. ആമേൻ.